ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. ഒരു അംബ്രല്ല കട്ടിങ്ങിൽ നമുക്ക് എങ്ങനെ ഒരു ചുരിദാർ ടോപ്പ് തയ്ക്കാം എന്നാണ്. അപ്പം ഞാനിവിടെ ഈ ടോപ്പ് തയ്ക്കാനായിട്ട് ഒരു നൈറ്റി പീസാണ് എടുത്തിരിക്കുന്നത്. നൈറ്റി പീസ് പുതിയത് വാങ്ങിച്ചതാണ്, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേറൊരു ടോപ്പിൻ്റെ അളവ് വെച്ചാണ് തയ്ക്കുന്നത്, വെച്ച് വെട്ടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അളവെടുത്ത് നമ്മൾ മൊത്തത്തിൽ അളവെടുത്ത് തയ്ക്കുകയല്ല ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണ് തയ്ക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം ഇതിനെ എനിക്ക് ടോപ്പ് പോർഷനും ഡൗൺ പോർഷനും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വെട്ടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എനിക്കൊരു 17 ഇഞ്ചോളം എനിക്ക് അപ്പർ പോർഷൻ വേണം. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് രണ്ടായിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്യുവാണ്. നമുക്കൊന്ന് അളവ് നോക്കാം 17 ഉണ്ടോ. നമ്മുടെ തയ്യൽ തുമ്പും വെള്ളത്തെയും താഴത്തെയും തയ്യൽ തുമ്പും കൂടെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു 17 ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ വരുന്ന ഒരു ലെങ്താണ് ഞാൻ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു 17 ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ഓക്കെ ആവുള്ളൂ. സോ ഇതിപ്പം എനിക്കൊരു 17 വരുന്ന രീതിയിൽ ഞാനിതിങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനെ ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യും. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇവിടെ ടേബിളിൽ വയ്ക്കാം. അതിനുശേഷം നമ്മുടെ മറ്റേ ടോപ്പിൻ്റെ, അതായത് നമ്മൾ അളവെടുത്തിരിക്കുന്ന ടോപ്പ് നമുക്ക് കറക്റ്റ് ആയിരിക്കണം. അപ്പം ആ ഇപ്പം ഞാൻ അളവ് നോക്കാൻ എടുത്തിരിക്കുന്ന ടോപ്പാണിത്. അപ്പം ഇതൊരു നോർമൽ ചുരിദാർ ടോപ്പാണ്. അപ്പം ഞാനിതിൻ്റെ ഉൾഭാഗം എടുത്തിരിക്കുകയാണ്. അപ്പം അതിനെ നമുക്കിങ്ങനെ ഡയറക്റ്റ് രണ്ടായിട്ട് നമുക്ക് മടക്കാം. മടക്കിയതിന് ശേഷം നമ്മുടെ ഈ നമ്മൾ ഈ സ്ലിറ്റൊക്കെ വരുന്ന ഒരു സൈഡ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ ഈ കട്ടഡ് പീസ് പോലെ വരുന്നിടത്തേക്ക് ഇടുക. ഇപ്പം ഞാൻ ഇങ്ങനെ പറയുന്നത് ഒട്ടും തയ്യൽ അറിയില്ലാത്ത ആളുകൾക്ക് തയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിതിങ്ങനെ കറക്റ്റായിട്ട് നമുക്കിതിവിടെ വെച്ച് കൊടുക്കാം. ഇവൻ നിങ്ങളുടെ കയ്യിൽ സേഫ്റ്റി പിന്നോ മുട്ടുസൂചി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് ഇതിനെ ഒന്ന് വേണമെങ്കിൽ ഇതാക്കി വെക്കാം. അല്ലെങ്കിൽ ക്ലോത്ത് ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മാർക്ക് ചെയ്ത് കൊടുത്ത് അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഒരു ശക്കലം തുമ്പ് കൂടി പോയാലും കുഴപ്പമില്ല, നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പം നമുക്ക് ഇങ്ങനെ ഈ ചുരിദാർ വെച്ചിട്ട് നമുക്ക് വെട്ടാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ന്യൂസ് പേപ്പേഴ്സ് കാണുമല്ലോ. ഞാൻ വേറൊരു ദിവസം ആ വീഡിയോ കാണിച്ചു തരാം. അപ്പം ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ആദ്യം ഫസ്റ്റ് നമ്മുടെ ന്യൂസ് പേപ്പറിൽ ഇത് വെട്ടണം. ഈ ചുരിദാറിൻ്റെ പാറ്റേൺ വെട്ടിയിട്ട് അത് ഡയറക്റ്റ് വെച്ച് അതിൻ്റെ അളവെടുത്ത് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അങ്ങനെയും വെട്ടാം നമുക്ക്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ഇത്രയും ഒരു സ്പേസ് നമ്മളിത് കണ്ടോ, കഴുത്തിങ്ങനെ വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഇത്രയും സ്പേസിനെ നമ്മൾ ലീവ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഇപ്പം ഇതിലേക്കൂടെയാണ് നമ്മൾ കട്ട് ചെയ്ത് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ഡാർക്കായിട്ട് വരയ്ക്കണം. ഇല്ല, നമ്മൾ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പം വരച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് ഇരിക്കണേ. ഇനിയിപ്പം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പം നമ്മളിതിൻ്റെ ഡൗൺ പോർഷനാണ് നോക്കുന്നത്. ഡൗൺ പോർഷൻ നോക്കുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 30 ഇത് താഴേക്ക് വേണം ലെങ്ത്. അതുപോലെ ഞാനിപ്പോൾ ഒരു 11 ആണ് ഹിപ്പ് സൈസ് എടുത്തിരിക്കുന്നത്. ഹിപ്പ് സൈസ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഹിപ്പിൻ്റെ കൂടുതൽ
നമ്മൾ ആ ടോപ്പിന് എന്തേരം ഇത് അളവ് വെട്ടിയിട്ടുണ്ടോ അതനുസരിച്ച് വേണം നമ്മൾ ഇടാൻ. ഇല്ലേ നമുക്ക് തുമ്പൂതും വരുമ്പോഴത്തേനും കൂടുതലായിപ്പോൾ. അപ്പോൾ എനിക്ക് അവിടെ ഏകദേശം ഒരു 11, അതായത് ഇപ്പം നമ്മൾ ഓൾറെഡി 4 മടക്കിയിട്ടുണ്ട്. എനിക്ക് 11 വേണ്ടത്. ഞാനിതിപ്പോൾ 2 മടക്കിയിട്ടുണ്ട്. അതായത് 2 കട്ട് പീസസ് ആണ് ഇതിന് വരുന്നത്. നൂർത്ത് വരും, അതായത് നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ 2 പീസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വരുമ്പം 2 പീസസ് ആണ്. അതുകൊണ്ട് 11 ഞാനിവിടെ അളവെടുത്തിരിക്കുന്നത്. നമുക്കൊക്കെ ചിലപ്പോൾ നോർമലായിട്ടുള്ള ആളുകൾക്ക് ഇതിങ്ങനെ കറക്റ്റ് ലെവലിനൊന്നും വെട്ടിയെടുക്കാനൊന്നും അറിയത്തില്ലായിരിക്കും. അപ്പം ഞാൻ ഇവിടെ കാണിച്ചു തന്നൊരു ചെറിയൊരു ലൊട്ടിലൊടുക്ക് വിദ്യയാണ്. ഞാൻ വലിയ തയ്യക്കാരിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ വെട്ടുമ്പോൾ ഇങ്ങനെ മടക്കിയിട്ടിട്ട് നല്ലപോലെ ചിലപ്പോൾ ഞാൻ അയൺ ചെയ്തിട്ടായിരിക്കും ഞാനിത് കട്ട് ചെയ്യാറ്. ഇനിയിപ്പം നമുക്ക് ആ കട്ട് ചെയ്ത ക്ലോത്തിൻ്റെ ബാലൻസ് നമ്മൾ ഒന്നുകൂടെ മടക്കിയിട്ടിട്ട് നമുക്ക് അടുത്തൊരു കട്ട് പീസും കൂടെ നമുക്ക് വേണം. അപ്പം നമ്മൾ ആദ്യം വെട്ടിയ ആ കട്ട് പീസിനെ നമുക്ക് മടക്കി വെച്ചിട്ട് നമുക്കത് വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ലെങ്ത് വെച്ച് കറക്റ്റ് അളവിൽ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് അങ്ങനെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കറക്റ്റ് ലെങ്തിൽ അളവിലങ്ങ് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പം നമ്മുടെ അത്യാവശ്യം കട്ടിങ്സ് കഴിഞ്ഞ് ഇനിയിപ്പം നമുക്ക് വേണ്ടത് ഇതിനൊരു കൈയും കൂടെ ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ കൈയുടെ പോർഷനായി. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഏത് പീസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഷോൾഡർ വെട്ടിയപ്പം നമുക്ക് ബാലൻസ് കിട്ടിയ ഒരു പീസ് ഉണ്ടല്ലോ, അപ്പം ഞാൻ അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ആ കൈക്കുഴിയുടെ ഷോൾഡറിൻ്റെ ടോപ്പ് പോർഷനിൽ നിന്ന് ആ കൈക്കുഴിയുടെ അവിടം വരെ ഒരു കറക്റ്റായിട്ടൊരു ചെറിയ രീതിയിൽ നമ്മൾ ആ ക്ലോത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഈ തയ്ക്കാനൊക്കെ പഠിച്ച് വരുന്നവർക്കും ആദ്യമായിട്ട് തയ്ച്ചൊക്കെ നോക്കുന്നവർക്കും എളുപ്പം ഇതായിരിക്കും. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാനും എളുപ്പമാണ്. വേറെ ഇല്ലെങ്കിൽ നമ്മൾ അളവെടുത്തത് വെട്ടിപ്പിറക്കിയൊക്കെ പോകുമ്പോൾ നമ്മളുടെ ഒത്തിരി ടൈം പോകുന്നല്ല അറിയത്തില്ലാത്തവർക്ക് അങ്ങനെ വെട്ടാൻ പാടാണ്. ഇതാകുമ്പം നമുക്ക് എളുപ്പത്തിൽ അത് മാർക്ക് ചെയ്ത് വെട്ടാം. അത് കഴിയുമ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ കൈക്കുഴി വരെ എന്തേരം അളവുണ്ട് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ഡ്രസ്സിൻ്റെ ടോപ്പിലൊന്ന് വെച്ച് നോക്കണം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത്തേലൊന്ന് നമ്മൾ ആ ടോപ്പിൻ്റെ പീസ് കട്ട് ചെയ്തിരിക്കുന്നിടത്തൊന്ന് വെച്ച് നോക്കുക. പിന്നെ കൈയുടെ ലെങ്ത് എന്തേരം വേണോ അതനുസരിച്ച് കുറയ്ക്കുക. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.